Good morning to all. Welcome to our new channel, Cheddar Learning Expo. Today's topic is Fundamental Theorem of Arithmetic. Every composite number can be expressed as a product of primes, and this factorization is unique, apart from the order in which the prime factor occurs. ചെറിയ ക്ലാസ് തുടങ്ങി പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പർ ആൻഡ് പ്രൈം നമ്പർ ആൻഡ് ഓൾസോ ദ ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ എല്ലാ നമ്പറുകളും ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമ്മൾ 5th സ്റ്റാൻഡേർഡ് തുടങ്ങി പഠിച്ചിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ കോമ്പോസിറ്റ് നമ്പറും പ്രൈം നമ്പറും പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് കോമ്പോസിറ്റ് നമ്പർ, എന്താണ് പ്രൈം നമ്പർ. 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 and 2. 3യുടെ ഫാക്ടേഴ്സ് 1, 3. 4ന്റെ ഫാക്ടേഴ്സ് 1, 2 and 4. 5ന്റെ ഫാക്ടേഴ്സ് 1, 5. 6, 1, 2, 3, 6. 7, 1, 7. 8, 1, 2, 4, 8. 9, 1, 3, 9. 1, 2, 5, 10. 11, 1, 11. 12, 1, 2, 3, 4, 6, 12. ഇങ്ങനെ ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. 13 ആണെങ്കിൽ 1ഉം 13ഉം, 14 ആണെങ്കിൽ 1, 2, 7, 14. പിന്നെ അതുപോലെ എല്ലാ നമ്പറിൻ്റെ ഫാക്ടറൈസേഷനൊക്കെ നമ്മൾ 5th സ്റ്റാൻഡേർഡ് തുടങ്ങി പഠിക്കുന്നതാണ്. ഇപ്പം അതിൻ്റെ ഒരു ചെറിയ റിവിഷൻ പോലെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2, 3, 5, 7, 11, 13 ഈ നമ്പറുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഓൺലി 2 ഫാക്ടേഴ്സ്. 2, 3, 5, 7, 11, 13 അങ്ങനെ പോവും. അതിൻ്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓൺലി 2 ഫാക്ടേഴ്സ്. ഓൾ അതേഴ്സ് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഓൺലി 2 ഫാക്ടേഴ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഓൺലി 2 factors. Which are they? 2, 3, 5, 7, 11, 13. Then next 17, 19 and etc. So many are there. We know the next composite number. എന്താ composite number? Composite number അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? മോർ ദാൻ 2 ഫാക്ടേഴ്സ്. മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പം എവരി കോമ്പോസിറ്റ് നമ്പർ, എല്ലാ കോമ്പോസിറ്റ് നമ്പറുകൾ ഏതൊക്കെയാണ് ഇവിടെ? 4, 6, 8, 9, 10, 12, 14, 15, 16, 18. All are composite numbers. They have more than 2 factors. The examples are 4, 6, 8, 10, 12, 14, 15, 16, 18, etc. Composite number. Every composite number can be expressed as a product of primes. Composite നമ്പറുകളെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ നമ്പറുകളുടെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ നമ്പർ നമുക്ക് എടുത്ത് ഫാക്ടറൈസ് ചെയ്യാം. 72. എങ്ങനെ 72 ഫാക്ടറൈസ് ചെയ്യാം? 2, 3, 6, 2,
18, 2, then 9, 3, 3. 72 is equal to 2 into 2 into 3 into 3. ഈ 72നെ നമുക്ക് ഇത് തിരിച്ചു എഴുതാം. 3 into 3 into 2 into 2 into 2. പക്ഷെ ഇതിൻ്റെ നമ്പറുകൾക്ക് മാറ്റമില്ല. 2 3 ടൈംസും, ദാറ്റ് മീൻസ് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. അപ്പം ഇത് നമ്മൾ ഏത് കാലത്ത് എങ്ങനെ ചെയ്താലും ഇതിന് മാറ്റം ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഫാക്ടേഴ്സ് ആർ യുണീക്ക്. Every composite number can be expressed as a product of primes and the factorization is unique. Factorization is unique എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 72 അല്ലെങ്കിൽ ഏതൊരു നമ്പറിനെയും ഫാക്ടറൈസേഷൻ ചെയ്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതുന്ന നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് ഒരിക്കലും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഈസ് യുണീക്ക്. ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. ഇതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്ന് വെച്ച് ഇതിനുള്ളിൽ വരുന്ന പ്രൈം ഫാക്ടേഴ്സിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഏത് നമ്പർ എടുത്ത് ഫാക്ടറൈസ് ചെയ്താലും, ഫാക്ടറൈസേഷൻ നമ്മൾ ഇഷ്ടംപോലെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്, ശീലിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഫാക്ടറൈസേഷൻ ചെയ്താൽ അതിൽ യാതൊരു മാറ്റമില്ലാതെ തുടർന്നു. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. അതിൽ 5 പ്രോബ്ലംസ് ഉണ്ട്. അതിലൊരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 3825. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 5 ആയതുകൊണ്ട് നമുക്ക് ഡിവൈസർ 5 ആയിട്ട് എടുക്കാം. 38ൽ ഹൗ മെനി ടൈംസ് 5? 7. 7 5s are 35. 35 after 36, 37, 38. 3 numbers remaining. 3 with 2, 32. 32. 6 5s are 30. Then remainder 2. 2 with 5, 25. 5 times. Then again remainder 5 in 7. 1 5s. Then remainder 2, 26. 26 5. 5s are 25. 25 remainder 1. 1 5. 15. 15 3 times. Again it is divided by 3. 153. 3യുടെ ഡിവിസിബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. ഇപ്പോൾ 1ഉം 5ഉം 3യും കൂടി ആഡ് ചെയ്താൽ 9 വരുന്നതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 5s are 50. 1 3. ഇനി ഇവിടെ വീണ്ടും 5 + 1 6 അല്ലേ? 5 1ഉം the sum of digit 5 + 1 6. 6 എന്ന് പറയുന്ന നമ്പർ 3യുടെ ഡിവിസിബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 3 how many times in 5? 1 time. The 1 3s are 3. Then remainder 2. ആ 2ഉം ഈ 1ഉം കൂടി ചേരുമ്പോൾ 21. 2ഉം 1ഉം കൂടി ചേരുമ്പോൾ 21. The remainder 2ഉം ഇവിടെയുള്ള 1ഉം കൂടി ചേർന്നാൽ 21. 21ൽ 7 times. അപ്പോൾ ഈ 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ. 17 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇവിടെ തീർന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതണേ? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് 5 × 5 × 3 × 3 × 17. അപ്പോൾ ഇത് പവർ സൈഡിൽ എഴുതുമ്പോൾ 5 സ്ക്വയർ × 3 സ്ക്വയർ 70. ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതാം എന്നല്ലാതെ ഇതിൽ വരുന്ന ഒരു നമ്പറുകളും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. അതാണ് അവിടെ യുണീക്ക് എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ എന്താണ് പറയുന്നത്? എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. ഇത് ഒരു കാലത്തും മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല. apart from the order in which the prime factors occur. In the order നമുക്ക് വേണമെങ്കിൽ 17 × 3 സ്ക്വയർ × 5 സ്ക്വയർ എന്ന് എഴുതാം. എന്ന് വെച്ച് ഇതിലുള്ള ഒരു നമ്പറിൻ്റെ മാറ്റം വരുത്താൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ LCM, HCF. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? HCF highest common factor, and LCM
HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ, LCM എന്താണ്? LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതെല്ലാം നമുക്ക് റിവിഷൻ മാത്രമാണ് 10th സ്റ്റാൻഡേർഡിൽ. അത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിന്റെ ബേസിൽ നമ്മൾ പറയാണ്. ഇവിടെ കോമൺ ഫാക്ടർ, അതിനൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് power of each common prime factor. Common prime factor in the numbers. And what about LCM? LCM means least common multiple. Adinte definition, product of the greatest power of, product of the greatest power of each prime factor involved in the numbers. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ, ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. എന്നാൽ LCM എന്താണ്? ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഇതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഇവിടെ കോമൺ പ്രൈം ഫാക്ടറാണ് എടുക്കണേ, ഇവിടെ ഈച്ച് പ്രൈം ഫാക്ടർ, എല്ലാ പ്രൈം ഫാക്ടറിൽ നിന്നും എടുക്കണം. മറ്റേതിൽ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? കോമൺ പ്രൈം ഫാക്ടർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് HCFും LCM തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. HCF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് 6ഉം 20യുടെ HCF കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ 6ന്റെ ഫാക്ടറൈസേഷനും 20യുടെ ഫാക്ടറൈസേഷനും കാണും. 6ന്റെ ഫാക്ടറൈസേഷൻ 2, 3, then 3, 1. ഇവിടെ 20, ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് 2ൽ തുടങ്ങാം. ഇവിടെ 10, 2, 5 പ്രൈം നമ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ 6, 2 into 3, 20. 2 into 2 എന്താ പറയുക? 2 into 2, 2 സ്ക്വയർ. 2 എന്ന് പറയുമ്പോൾ 2 raised to 1. അപ്പോൾ 2 into 2, 2 raised to 2 and 5 raised to 1. അപ്പോൾ ഇവിടെ ഇനി ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. അപ്പോൾ ഇതിലുള്ള കോമൺ പ്രൈം ഫാക്ടറാണ് എടുക്കുന്നത്. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. പക്ഷെ ഇതിൽ കോമൺ ആയിട്ടുള്ളത് 6ലും 20ലും വന്നിരിക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അതാണ് കോമൺ പ്രൈം ഫാക്ടർ. അപ്പോൾ കോമൺ പ്രൈം ഫാക്ടറിൽ എന്തെടുക്കേണ്ടത്? സ്മോളസ്റ്റ് പവർ. അപ്പോൾ ഇതിൽ സ്മോളസ്റ്റ് പവർ ഏതാണ്? 1. അപ്പോൾ അതുകൊണ്ട് HCF എന്ത് വരും? ഓൺലി 2. HCF ഓഫ് 6 and 20 is 2 raised to 1. That means 2. ഇനി അതുപോലെ LCM നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ. ഈച്ച് പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൈം ഫാക്ടറിന്റെ ഗ്രേറ്റസ്റ്റ് പവർ എടുക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2ന്റെ 2 സ്ക്വയർ, പിന്നെ 3യുടെ 1 തന്നെ, 5ന്റെ 1 തന്നെ. അപ്പോൾ ഇത് ആൻസർ എന്ത് വരും? 4 into 3 into 5, that is 60. അപ്പോൾ ഇവിടെ HCF 2ഉം LCM 60 ആയിട്ട് കിട്ടി. അപ്പോൾ LCM HCFും പ്രൈം ഫാക്ടറൈസേഷൻ വഴി ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മറ്റുള്ള നമ്പറുകൾ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ HCF ആൻഡ് LCM എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. അപ്പോൾ HCFിൻ്റെ ഡെഫിനിഷനും LCMത്തിൻ്റെ ഡെഫിനിഷനും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ HCF ആൻഡ് LCM. അപ്പോൾ ഇവിടെ
ഇവിടുത്തെ നമ്പേഴ്സ് ഈ പ്രോബ്ലത്തില് product of numbers here which are the numbers the question 6 and 20 appo 6 into 20 എന്താണ് 120 6 into 20 120 ഇനി നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് HCF എന്താ കിട്ടിയത് HCF 2 LCM എന്താ കിട്ടിയത് 60 അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രൊഡക്റ്റ് HCF into LCM എന്താ വരാ 2 into 60 that is equal to 120 അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ 6 ഉം 20യുടെ LCM HCF നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടെ വന്ന റിലേഷൻ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്താ 120 HCF ഉം LCM നമുക്ക് 2 ഉം 60 ഉം കിട്ടി അതിന്റെ പ്രൊഡക്റ്റ് എന്താണ് 120 അപ്പോൾ ഇവിടെ product of numbers 120 product of HCF and LCM 120 അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു റിലേഷൻ വരുന്നത് നിങ്ങൾക്ക് for any two integers A and B എയും ബിയും രണ്ട് ഇൻഡിജേഴ്സ് അപ്പോൾ അതിന്റെ product of AB is equal to HCF of AB അതായത് എയുടെയും ബിയുടെ HCF എന്താണോ അതും LCMത്തിന്റെ എയുടെയും ബിയുടെ LCM എന്താണോ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിലേഷൻ ഏത് രണ്ട് നമ്പർ എടുത്താലും അതിന്റെ പ്രൊഡക്റ്റും അതിന്റെ HCFന്റെയും LCMത്തിന്റെയും പ്രൊഡക്റ്റും രണ്ടും ഈക്വൽ ആയിരിക്കും ഇതിൽ നിന്ന് വേറെ രണ്ട് ഫോർമുലയും കൂടി നമുക്ക് ഉണ്ടാക്കാം എന്താണ് HCF of AB is equal to product of AB divided by LCM of AB. അതുപോലെ തന്നെ LCM of AB അതുകൊണ്ട് അത് കാണാൻ എന്ത് ചെയ്യണം product of AB divided by HCF of AB. ഈ മൂന്ന് ഫോർമുല നിങ്ങൾ റിലേഷൻ ബിറ്റ്വീൻ HCF ആൻഡ് LCMത്തിൽ പഠിക്കേണ്ടതാണ് പ്രൊഡക്റ്റ് ഓഫ് AB is equal to HCF of AB into LCM of AB. You can learn these three formulas and do the problem exercise 1.2 second section. Find the LCM and HCF of the following pairs of integers and verify that LCM into HCF equal to product of the two prime numbers. അതായത് 26 ഉം 91 തന്നിട്ടുണ്ട് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചിട്ട് LCM HCFും കാണാം എന്നിട്ട് അത് രണ്ടും കൂടി ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സും LCM into HCFും ചെയ്ത് രണ്ടും ഒരേ നമ്പറാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തെടുക്കാം അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ് താങ്ക് യു ഓൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ